നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉടമകളുടെ പകൽക്കൊള്ള. വിലവിവര പട്ടികയോ കൃത്യമായ ബില്ലോ ഇല്ല. ഒരു നാരങ്ങ വെള്ളത്തിന് പോലും ഈടാക്കുന്നത് 25 രൂപ. കണ്ണടച്ച ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും. ഇടുക്കി ഉടുമ്പന്നൂരിൽ 15-കാരനായ മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടുമ്പന്നൂർ തൊഴുത്തുംപള്ളി നജീബാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മകൻ അൻഷാദ് ആശുപത്രിയിൽ ചികിത്സയിൽ. മദ്യവേനൽ അവധി ആരംഭിച്ച മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ യാത്രക്കിടെ നടത്തുന്ന നിയമലംഘനങ്ങളും തുടർക്കഥ. യുവാക്കൾ ബസ്സിൽ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നടപടി വേണമെന്ന ആവശ്യം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സുരക്ഷാ ചുമതലകൾ വിജയകരമായി പൂർത്തിയാക്കിയ സായുധ സേന പോലീസ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട്ടിലേക്ക് പുനർനിയോഗിച്ചു. 1500-ലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉടമകളുടെ പകൽക്കൊള്ള. വിലവിവര പട്ടികയോ കൃത്യമായോ ബില്ലോ ഇല്ലാതെ ഉപഭോക്താക്കളെ പിഴിഞ്ഞൂറ്റിയാണ് ചില സ്ഥാപനങ്ങൾ. ഒരു നാരങ്ങ വെള്ളത്തിനു പോലും ഈടാക്കുന്നത് 25 രൂപ. സാധാരണക്കാരെ ദുരിതത്തിലാക്കി ഉടമകൾ തന്നിഷ്ടം പ്രവർത്തിക്കുമ്പോഴും നടപടിയെടുക്കാതെ കണ്ണടച്ച ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും. വിലവിവര പട്ടിക മറച്ചുവെച്ചും തോന്നിയ പണം ഈടാക്കിയും ഇടുക്കിയിലെ വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരേപോലെ കൊള്ളയടിക്കുകയാണ് ചില സ്ഥാപനങ്ങൾ. ഇടുക്കി ഡബിൾ കട്ടിങ്ങിലെ ഹൈറേഞ്ച് ഹോട്ടൽ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ കയറി ഭക്ഷണത്തിന്റെ വില ചോദിച്ചാൽ ജീവനക്കാരിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നതാകട്ടെ ഓരോ ഇനത്തിന്റെയും വില പ്രത്യേകം രേഖപ്പെടുത്താത്ത വെറുമൊരു തുണ്ട് കടലാസും. എത്ര രൂപയുടെ ഭക്ഷണം കഴിച്ചുവെന്ന് ഉപഭോക്താവിന് അറിയാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ ബിൽ കബളിപ്പിക്കൽ. ഭക്ഷണം കഴിക്കാനെത്തുന്ന ആളുകളെ മനസ്സിലാക്കി തരം പോലെ പണം വാങ്ങിക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് വിനോദസഞ്ചാരികളാണ്. ഭക്ഷ്യവകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും മിക്കയിടത്തും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാൻ ഉടമകൾ തയ്യാറായിട്ടില്ല. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധാരണക്കാരൻ ഒരു കടയിൽ ചെന്ന് കയറുമ്പോൾ അവിടെ അമിതമായ കൂലി ഈടാക്കുകയും ഗ്യാസിന്റെ പേര് പറഞ്ഞ് അമിതമായ കൂലി ഈടാക്കുന്നു. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വരുന്ന സാധാരണക്കാരനും പാവപ്പെട്ട ജനങ്ങളുമാണ് വരുന്നത്. അവരോടൊക്കെ അമിതമായിട്ട് കൂലി ഈടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹോട്ടലുകൾക്ക് പുറമെ ബേക്കറികളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരു സാധാരണ സോഡാ നാരങ്ങ വെള്ളത്തിന് പോലും പലയിടത്തും ഈടാക്കുന്നത് 25 രൂപയാണ്. ജില്ലാ ആസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പാവപ്പെട്ടവരും തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരുമാണ് ഈ ചൂഷണത്തിന് പ്രധാനമായും ഇരയാകുന്നത്. അധികാരികളുടെ കൺമുൻപിൽ നടക്കുന്ന ഈ കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജില്ലാ ഭരണകൂടം. കൃത്യമായ ബില്ല് നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തെളിവ് സഹിതം ഉപഭോക്തൃ കോടതിയെയും മറ്റു വകുപ്പുകളെയും സമീപിക്കാനൊരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പും താലൂക്ക് തല ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി ഉടുമ്പന്നൂരിൽ 15-കാരനായ മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടുമ്പന്നൂർ തൊഴുത്തുംപള്ളി നജീബാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മകൻ അൻഷാദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 7:30-യോടെയായിരുന്നു സംഭവം. വീട്ടിലെത്താൻ വൈകിയെന്നാരോപിച്ച നജീബ് കസാരയും കാപ്പിവടിയും ഉപയോഗിച്ച് അൻഷാദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് അടിയേൽക്കാതെ മാതാവ് തടഞ്ഞതിനാലാണ് വലിയ അപകടം ഒഴിവായത്. തുടർന്ന് അയൽവാസികൾ ഇടപെട്ടതോടെ ഓടി രക്ഷപ്പെട്ട കുട്ടി വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു. നജീബ് മദ്യപിച്ചെത്തി മകനെ ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മദ്യവേനൽ അവധി ആരംഭിച്ച മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ യാത്രക്കിടെ നടത്തുന്ന നിയമലംഘനങ്ങളും ആരംഭിച്ചു. യാത്രക്കിടെ ആവേശം അതിരുവിട്ട ഏതാനും യുവാക്കൾ വിനോദസഞ്ചാര ബസ്സിൽ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിന് സമീപമായിരുന്നു വാഹനത്തിൽ യുവാക്കളുടെ സാഹസം നടന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്ന ഘട്ടങ്ങളിലൊക്കെയും ആവേശം അതിരുവിട്ട് സഞ്ചാരികൾ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്ന കാഴ്ച മൂന്നാറിൽ പതിവായി മാറിയിട്ടുണ്ട്. ഏറെയും കാറിലാണ് സഞ്ചാരികൾ സാഹസിക യാത്രയ്ക്ക് മുതിരാറ്.
എന്നാൽ ആവേശം അതിരുവിട്ട ഏതാനും യുവാക്കൾ വിനോദസഞ്ചാര ബസ്സിൽ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിന് സമീപമായിരുന്നു വാഹനത്തിൽ യുവാക്കളുടെ സാഹസം നടന്നത്. വിനോദയാത്രയ്ക്കായി മൂന്നാറിലെത്തുന്നവരിൽ ചിലർ വാഹനം റോഡിൽ നിർത്തി വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് മറ്റ് യാത്രക്കാരെ ഗൗനിക്കാതെ കൂട്ടത്തോടെ നൃത്തം ചെയ്യുന്നത് മുമ്പ് പരാതികൾക്കിടവരുത്തിയിരുന്നു. മൂന്നാറിലെത്തി കാറിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പോയ വർഷങ്ങളിൽ നടപടി കടുപ്പിച്ചിരുന്നു. മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയ സാഹചര്യത്തിൽ റോഡിൽ നിയമലംഘനം നടത്തിയാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. സിറ്റി വിഷൻ, മൂന്നാർ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സുരക്ഷാ ചുമതലകൾ വിജയകരമായി പൂർത്തിയാക്കിയ സായുധ സേന പോലീസ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട്ടിലേക്ക് പുനർനിയോഗിച്ചു. ഏകദേശം 1500-ലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി എത്തിയ സേനാംഗങ്ങളെയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ സമാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായി വീണ്ടും വിന്യസിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഇന്ന് കുമളിയിലെത്തിച്ച ശേഷം തമിഴ്നാട്ടിൽ നിന്നെത്തിയ സർക്കാർ ബസ്സുകളിലൂടെ അയക്കുകയായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സേനയുടെ യാത്ര ക്രമീകരിച്ചത്. ബന്ധപ്പെട്ടിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഫോഴ്സ് ഇനി തമിഴ്നാട് ഇലക്ഷൻ 23 നടക്കുന്ന തമിഴ്നാട് ഇലക്ഷനിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഫുള്ള് 126 കമ്പനികളിലായിട്ട് 2600ഓളം പോലീസ് ഉദ്യോഗസ്ഥർ, സെൻട്രൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇന്ന് വന്ന് അവരിപ്പോൾ തന്നെ തമിഴ്നാടുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരെ ഇവിടെ നിന്ന് തമിഴ്നാടിന് നമ്മൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ് പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു. കുമളി ചെക്ക് പോസ്റ്റ് വഴി തേനിയിലെത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം തമിഴ്നാട്ടിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വിന്യസിക്കും. കുമളി, തേക്കടി പ്രദേശത്ത് ക്രമീകരിച്ചിരുന്ന 4 ക്യാമ്പുകളിൽ നിന്നുമാണ് സേനയെ ബസ്സുകളിൽ കയറ്റിക്കൊണ്ടുപോയത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിന്റെയും സഹകരണത്തിന്റെയും ഉദാഹരണമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. സിറ്റി വിഷൻ, കുമളി. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിന്റെ ഭാഗമായുള്ള ദിവ്യജ്യോതി പ്രയാണം ആരംഭിച്ചു. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ നയിക്കുന്ന പ്രയാണത്തിൽ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ ദീപപ്രജ്വലനം നടത്തിയ ശേഷം ധർമ്മപതാക യൂണിയൻ പ്രസിഡന്റിന് കൈമാറി. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 17 മുതൽ 19 വരെ NRCT SNB ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ശ്രീനാരായണ ധർമ്മവിചാരയജ്ഞത്തിന്റെ ഭാഗമായി ദിവ്യജ്യോതി പ്രയാണം ആരംഭിച്ചു. രാവിലെ മുട്ടുകാട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ ശിവഗിരി മഹാസമാധിയിലെ കടാവിളക്കിൽ നിന്നും പകർന്നെത്തിച്ച ദീപപ്രജ്വലനം നടത്തിയ ശേഷം SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാറിന് ധർമ്മ പതാക കൈമാറി. വൈസ് പ്രസിഡന്റ് G അജയൻ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, യൂണിയൻ കൌൺസിലർമാരായ NR വിജയകുമാർ, IB പ്രഭാകരൻ, KK രാജേഷ, ജോബി വാടാട്ട്, രജനി തങ്കച്ചൻ, വിഷ്ണു ശേഖരൻ, KR സനിൽ, NRCT ശാഖാ പ്രസിഡന്റ് KP ജെയിൻ, മുട്ടുകാട് ശാഖാ പ്രസിഡന്റ് ബാബു, സെക്രട്ടറി ഷിജുകുമാർ എന്നിവർ നേതൃത്വം നൽകി. മുട്ടുകാട്ടിൽ നിന്നും ബൈസൻവാലി, ഉപ്പാർ, ശ്രീനാരായണോദയം, കുഞ്ചിത്തണ്ണി, ശ്രീനാരായണപുരം, പന്നിയാർകുട്ടി, മുല്ലക്കാനം, കള്ളിമാലി, മന്ദിരം സിറ്റി, മുക്കുടിൽ ശാഖകൾ ചുറ്റി രാജാക്കാട്ടിൽ സമാപിച്ചു. നാളെ രാവിലെ 9-ന് കനകപ്പുഴയിൽ നിന്ന് ആരംഭിച്ച വട്ടപ്പാറ, സേനാപതി, ശാന്തൻപാറ, പൂപ്പാറ, രാജകുമാരി നോർത്ത്, കുരുവിള സിറ്റി, രാജകുമാരി സൗത്ത് ശാഖകൾ ചുറ്റി NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും. സിറ്റി വിഷൻ, ബൈസൺവാലി. ജീവിതമാർഗം വഴിമുട്ടിയ ജയിനും മിനിക്കും വഴികാട്ടികളായി സുമനസ്സുകൾ. കൊല്ലം തേനി ദേശീയപാതയോരത്ത് ഷെഡിൽ കഴിയുന്ന ഇരുകാലുകളും മുറിച്ചുകളഞ്ഞ ജയിനും മിനിക്കും ഉപജീവനത്തിനായി അടുപ്പ് തെളിഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയും അണക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമ്മയ്ക്കൊരുമ്മ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവർ ചേർന്ന് നിറച്ച ഗ്യാസ് സിലിണ്ടറും
കച്ചവടം പുനരാരംഭിക്കുന്നതിനായുള്ള സാധനസാമഗ്രികൾ ഞായറാഴ്ച ഉച്ചയോടെ ഇവരുടെ താൽക്കാലിക ഷെഡിലെത്തിച്ചു നൽകി. ഇതോടെ ജയനും ഭാര്യ മിനിയും സന്തോഷത്താൽ കണ്ണുനിറഞ്ഞു. ഇതോടെ കണ്ടുനിന്നവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. തുടർന്ന് ജയന്റെ ഭാര്യ മിനി 25 ദിവസമായി കത്താതിരുന്ന ഗ്യാസ് സ്റ്റൗ തിരികൊളുത്തി കത്തിച്ചു. പിന്നീട് ചായ തയ്യാറാക്കി വന്നവർക്ക് നൽകി. ചായ നൽകിയവരും അത് സ്വീകരിച്ചവരും ആനന്ദത്തിൽ പങ്കെടുത്തു. ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ഇവിടുത്തെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അത് കിട്ടുന്ന ആവശ്യപ്രകാരമുള്ള ലിസ്റ്റ് തയ്യാറാക്കി ഷാജി ഇട്ട് തരികയായിരുന്നു. അതനുസരിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾ വാങ്ങിച്ച് ഇവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഇവരുടെ കഷ്ടതകൾ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെയുള്ള കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ ഓടിയെത്താനും ഇവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നല്ലതാണ്. പത്രദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ നിറഞ്ഞതോടെ വിവിധ കോണുകളിൽ നിന്നും അന്വേഷണ പ്രവാഹമായിരുന്നു. മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്, കുമളി ഓൺലൈൻ പ്രതിനിധി ലിജു ജോസഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർ മജോ കാരിവുട്ടം, സാബു കുറ്റിപ്ലാക്കൽ, സാബു സുരഭി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയോരത്തെ ഷെഡിൽ നിന്ന് സുരക്ഷിതമായ ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതിനായി സുനമസുകൾ തേടിവരുമെന്ന കാത്തിരിപ്പിലാണ് ഈ നിർധന കുടുംബം. സിറ്റി വിഷൻ, കുമളി. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാപിച്ച സ്വന്തം ഫ്ലെക്സ് ബോർഡുകൾ സഹപ്രവർത്തകർക്കൊപ്പം എത്തി നീക്കം ചെയ്തു. പോളിംഗിന് ശേഷം നെടുങ്കണ്ടം ടൗണിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ഫ്ലെക്സ് ബോർഡുകളാണ് ഉണ്ടായിരുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രകൃതിക്ക് ദോഷമാകാത്ത ഫ്ലെക്സുകൾ നിർമ്മിച്ചതെങ്കിലും സമയബന്ധിതമായി ഇവ നീക്കം ചെയ്യാത്തതിന്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നേരിട്ടെത്തി ഫ്ലെക്സുകൾ നീക്കം ചെയ്തത്. ഈ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത് മുഴുവൻ സമയബന്ധിതമായി എടുത്തു മാറ്റണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെയും അതുപോലെ സർക്കാരിൻ്റെയും നിർദ്ദേശമുണ്ട്. വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ വെക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് പരിസ്ഥിതിക്കും പ്രകൃതിക്കും ദോഷകരമാകുന്ന വസ്തുവാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ അനുവദനീയമായ രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഫ്ലക്സ് ബോർഡുകളാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ അത് പൂർണ്ണമായും എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആ പ്രക്രിയയിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉടൻ തന്നെ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് സേനാപതി വേണു പറഞ്ഞു. നെടുങ്കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR രാമചന്ദ്രൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
നിറഞ്ഞു പതിഞ്ഞൊഴുകുന്ന ജലപാതങ്ങൾ ആസ്വദിക്കുവാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് വർഷം തോറും ഇടുക്കിയിലേക്ക് എത്തുന്നത്. എന്നാൽ വേനലാകുന്നതോടുകൂടി ഈ ജലപാതങ്ങളെല്ലാം വറ്റിവരളും. ഇതോടുകൂടി സഞ്ചാരികളും എത്താതാകും. എന്നാൽ വറ്റിവരേണ്ട ഒരു ജലപാതം കാണുവാൻ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഒരു ജലപാതമുണ്ട് ഇടുക്കിയിൽ. ആ ജലപാതത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇപ്പോൾ ജലപാതത്തിന്റെ അവസ്ഥ ഇതാണ്. പൂർണ്ണമായും വറ്റിവരണ്ട നൂലുപോലെ വെള്ളം ഇറ്റു വീഴുന്നു. സീസണിൽ ഈ ജലപാതം പൂർണ്ണമായും ജലം നിറഞ്ഞ പതഞ്ഞൊഴുകുമായിരുന്നു. അന്ന് ഈ ജലപാതത്തിനരികിൽ നിന്ന നിരവധി വഴിയോര കടകളും സഞ്ചാരികളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണതോതിലില്ലെങ്കിലും വഴിയോര കടകൾ സജീവമാണ്. நிறைய ஆள்கார் வருது. தண்ணி இருக்கும்போது ஆயிரக்கணக்கில் வரும். இப்போ அதே போல ஆயிரக்கணக்கான ஆளுகள் இப்போ தானே ஒரு 500 பேருக்கு மேல ஆள் வந்திருக்கு. நாங்க அதனாலதான் இங்க கடை வச்சிருக்கோம். எல்லாரும் வரும். இங்க பாக்குறதுக்கு அவ்வளவு அழகா இருக்கும். കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയ കനാൽ പവർ ഹൌസിലാണ് ഈ ജലപാതമുള്ളത്. ജലപാതം വറ്റിവരണ്ടെങ്കിലും സഞ്ചാരികളുടെ വരവിന് കുറവൊന്നുമില്ല. നമ്മൾ എപ്പോഴും വരുമ്പോഴും വെള്ളച്ചാട്ടമായിരുന്നു പത്തോടെ കണ്ടോണ്ടിരുന്നത്. ഈ പ്രാവശ്യം വരുമ്പോൾ ഒരു പുതുമയാണ്. എന്നാ വെച്ചാൽ വറ്റി വരേണ്ട ഒരു വെള്ളച്ചാട്ടം, അത് മലയുടെ ഇടുക്കിന്ന് തൊള്ളിയായിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പൊ നമ്മൾ കാണാൻ. മഴയുള്ള സമയത്ത് നമ്മൾ വെള്ളം കുതിച്ചാൽ പൈപ്പ് തുറന്നിട്ടല്ലെങ്കിലിരിക്കും, അല്ലെങ്കിൽ ഡാമിന്റെ ഷട്ടറിന്റെ പകുതി തുറന്നെങ്കിലിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇതായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ വറ്റി വരണ്ട് തൊള്ളിയായിട്ട് കണ്ണീര് പോലെ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. എന്താണെങ്കിലും ഇനി ജൂൺ മാസമാകണം ഈ ജലപാതം വീണ്ടും സജീവമാകുവാൻ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല പ്രതീക്ഷയിലാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി മാങ്കുളത്തേക്ക് എത്തുമെന്നാണ് വിനോദസഞ്ചാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ഓണവും ക്രിസ്മസും പോലുള്ള ആഘോഷ സമയങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും മധ്യവേനൽ അവധിക്കാലത്താണ് സഞ്ചാരികൾ കൂടുതലായി മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും എത്താറ്. കാടിന്റെ വശ്യമനോഹാരിതയും കാട്ടരുവികളുടെയും പുഴകളുടെയും ആകർഷണീയമായ കാഴ്ചകളും ജീപ്പ് സഫാരിയും തേയിലത്തോട്ടങ്ങളുടെയും ഏലക്കാടുകളുടെയും പരന്ന കാഴ്ചകളും ആനക്കുളത്തെ ആനക്കൂട്ടവും ആനക്കുളിയുമൊക്കെയാണ് മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ സജീവമാക്കുന്നത്. വേനൽ കനത്തു തുടങ്ങുന്ന ഡിസംബർ മുതൽ കാട്ടാനക്കൂട്ടങ്ങൾ ആനക്കുളത്തെ നിത്യകാഴ്ചയാണ്. പട്ടാപ്പകൽ പോലും തൊട്ടരികിൽ നിന്ന് കാട്ടാനകളെയും ഈറ്റച്ചോലയാറ്റിലെ ആനകളുടെ നീരാട്ടും ആനക്കുളത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. കാനന ഭംഗി ആസ്വദിച്ചുള്ള ജീപ്പ് സഫാരിയാണ് ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ മറ്റൊരിഷ്ട വിനോദം. മധ്യവേനലവധിക്ക് ശേഷമുള്ള മൺസൂൺ ടൂറിസവും മാങ്കുളത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. മഴക്കാലങ്ങളിൽ വന്യത കൈവരിക്കുന്ന 1/2 ഡസനിലധികം വെള്ളച്ചാട്ടങ്ങളാണ് മഴക്കാലത്ത് മാങ്കുളത്തിന്റെ ഭംഗി. സീസൺ കാലത്തെ പ്രതീക്ഷയോടെ കണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ്. കാട്ടുമൃഗശല്യവും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയും മൂലം മാങ്കുളത്തെ വലിയൊരു വിഭാഗം ആളുകൾ വരുമാനം കണ്ടെത്താനുള്ള മാർഗമായി വിനോദസഞ്ചാര മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എന്ന പോലെ ഈ മധ്യവേനൽ അവധിക്കാലവും മാങ്കുളത്തെ സഞ്ചാരികൾ സജീവമാക്കുമെന്നാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, മാങ്കുളം. അശരണർക്ക് പാർപ്പിടമൊരുക്കി ഉപ്പുതറ ലയൺസ് ക്ലബ്ബ്. സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപ്പുതറ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2025-26 ലയൺസ്റ്റിക് വർഷത്തിൽ നിർമ്മിക്കുന്ന വീടുകളിൽ 3ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. ഈ വർഷം ഉപ്പുതറ ലയൺസ് ക്ലബ്ബ് 7 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ഉപ്പുതറ പഞ്ചായത്തിലെ പള്ളിഭാഗത്ത് നിർമ്മിക്കുന്ന വീടിന്റെ താക്കോലാണ് മുഴുവൻ പണികളും പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ, ഉപ്പുതറ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിൻ സ്കറിയ എന്നിവർ ചേർന്ന് താക്കോൽ ദാനകർമ്മം നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ലാൽ എബ്രഹാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രവീൺ കെ മോഹൻ, ഭവന നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ജോയ് താഴത്തുപറമ്പിൽ, രജി കുമാർ PG എന്നിവർ പ്രസംഗിച്ചു. പൊരികണ്ണിയിൽ നിർമ്മിച്ച ആദ്യ വീടിന്റെയും മാടുത്താവളത്ത് നിർമ്മിച്ച 2ാമത്തെ വീടിന്റെയും താക്കോൽ ദാനം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ബാക്കി 4 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്.
1 മാസത്തിനുള്ളിൽ എല്ലാ ഭവനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ വർഷം 4 സ്വപ്നഭവനങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു. ഇത് ഞങ്ങളുടെ ക്ലബിൻ്റെ 2ാമത്തെ വർഷമാണ്. ഈ വർഷം ഉപ്പുതറ ലയൺസ് ക്ലബ്ബ് 7 സ്നേഹവീടുകളാണ് നിർമ്മിക്കുന്നത്. അതിൽ 3ാമത്തെ വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ബാക്കി എല്ലാ ഭവനങ്ങളും ഏറെക്കുറെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഭവനങ്ങളുടെയും ഗുണഭോക്താക്കൾക്ക് ഈ ഭവനങ്ങളെല്ലാം ഈ 1 മാസത്തിനുള്ളിൽ കൈമാറും എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇതിനോടകം അറിയിക്കുകയാണ്. പരിപാടികൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ VJ തോമസ്, രതീഷ് PR, ലിജു തയ്യിൽ, രാജേഷ് K. വിൻസെന്റ്, സണ്ണി പാറയിൽ, ജോസി ആരോച്ചേരിൽ, MA സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഉപ്പുതറ. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളിയെ മറ്റൊരു ഓട്ടോറിക്ഷ തൊഴിലാളി മർദ്ദിച്ചതായി പരാതി. ആശുപത്രി പരിസരത്ത് നിന്നും ഓട്ടമെടുക്കാനെത്തിയതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ചാണ് സംഭവം. നെടുങ്കണ്ടം താന്നിമോട് സ്വദേശിയായ മുല്ലശ്ശേരിൽ ബിനുവിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയപ്പോഴായിരുന്നു സംഭവം. ഡോക്ടറെ കണ്ട ശേഷം ലാബിലേക്ക് പോകുന്നതിനിടെ ആശുപത്രി സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന വ്യക്തി ഇവരോട് കയറുകയും ആശുപത്രി പരിസരത്ത് നിന്ന് ഓട്ടമെടുക്കാൻ എത്തിയതാണെന്നാരോപിച്ച് അസഭ്യം വിളിക്കുകയുമായിരുന്നു. തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് ബിനുവിന്റെ നെറ്റിയിലിടിച്ചു. കൈവിരൽ കടിച്ചു മുറിച്ചു. ഒപ്പമുള്ളത് ഭാര്യയും കുട്ടിയുമാണെന്ന് പറഞ്ഞിട്ടും ആക്രമണം നടത്തുകയായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ ഓട്ടോ ഓടിക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് നിന്നോട് നിന്റെ വണ്ടി ഈ സ്റ്റാൻഡിൽ കാണല്ലേ എന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പം കൂടെ വന്ന് സുഹൃത്ത് പറഞ്ഞു അവനും അവന്റെ വൈഫും മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതാ. അന്നേരം വളരെ മോശമായിട്ട് തെറി വിളിക്കുകയും കയ്യിലിരുന്ന താക്കോലിന് എന്റെ നെറ്റിക്കിട്ട് ഇവിടെ കുത്തുകയും 2ാമത് കുത്താൻ വന്നപ്പോൾ തള്ളി മാറ്റിയപ്പോഴത്തേക്കും എന്റെ കൈവരിൽ കടിച്ചു മുറിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അപ്പം താലൂക്ക് ആശുപത്രിയിൽ പോയി ഞാൻ മരുന്ന് മേടിച്ചു. വേദന കൂടിക്കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ്. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ബിനുവിനെ രക്ഷപ്പെടുത്തിയത്. തലയിലും വിരലിലും മുറിവേറ്റ ബിനു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉടമകളുടെ പകൽക്കൊള്ള. വിലവിവര പട്ടികയോ കൃത്യമായ ബില്ലോ ഇല്ല. ഒരു നാരങ്ങ വെള്ളത്തിന് പോലും ഈടാക്കുന്നത് 25 രൂപ. കണ്ണടച്ച ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും. ഇടുക്കി ഉടുമ്പന്നൂരിൽ 15-കാരനായ മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടുമ്പന്നൂർ തൊഴുത്തുംപള്ളി നജീബാണ് കരിമണ്ണൂർ പോലീസിന്റെ പിടിയിലായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മകൻ അൻഷാദ് ആശുപത്രിയിൽ ചികിത്സയിൽ. മദ്യവേനൽ അവധി ആരംഭിച്ച മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ യാത്രയ്ക്കിടെ നടത്തുന്ന നിയമലംഘനങ്ങളും തുടർക്കഥ. യുവാക്കൾ ബസ്സിൽ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. നടപടി വേണമെന്ന ആവശ്യം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സുരക്ഷാ ചുമതലകൾ വിജയകരമായി പൂർത്തിയാക്കിയ സായുധ സേന പോലീസ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട്ടിലേക്ക് പുനർനിയോഗിച്ചു. 1500-ലധികം വരുന്ന ഉദ്യോഗസ്ഥരാണ് കുമളിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.